തിരുവനന്തപുരം നഗരസഭാ ഭരണം എരണംകെട്ടവന്മാരുടെ കയ്യിൽ കിട്ടി. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മുക്കിയിരുന്ന വാർത്തയാണ്. പൊങ്കാലയ്ക്കിടെ തീ പടർന്ന് സ്ത്രീക്ക് പൊള്ളലേറ്റു എന്ന വിവരം. എത്ര പേർ അറിഞ്ഞു? പൊങ്കാല കഴിഞ്ഞ് 6 ദിവസമായി. ആ വാർത്ത മൂടി വച്ചിരിക്കുകയായിരുന്നു. കോഴിക്കോട് നിന്ന് പൊങ്കാല ഇടാനെത്തിയ വിജിഷ എന്ന വീട്ടമ്മയാണ് പൊങ്കാല അർപ്പിക്കുന്നതിനിടയിൽ സാരിയിൽ തീ പടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ കേരളത്തിൽ വലിയ വാർത്തയാകേണ്ടതാണ്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അത്തരം തീ പടർന്നു കഴിഞ്ഞാൽ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഭരണസമിതി പറയും അത് ഞങ്ങൾക്കല്ല, അത് ഫയർഫോഴ്സിനോട് ചോദിക്കണം. കാര്യം ഒന്നിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ആറ്റുകാൽ പരിസരം വൃത്തിയാക്കാത്തത് അത് ട്രസ്റ്റിന്റെ കുറ്റമാണ്. വെള്ളം കിട്ടാത്തത് അത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമാണ്. നഗരം ക്ലീൻ ചെയ്യാൻ വീഴ്ച പറ്റിയത് അത് ഞങ്ങളുടെ കുറ്റമല്ല, അത് ചെയ്യേണ്ടത് തദ്ദേശ വകുപ്പാണ്. അങ്ങനെ ഞങ്ങൾക്കൊന്നിനും ഉത്തരവാദിത്വമില്ല. ഈ കസേരയിൽ വെറുതെ ഷോ കാട്ടാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ 8 മണിയോടുകൂടി നഗരം ശുചിയാക്കി എന്ന് പറഞ്ഞതിന് ശേഷം 6 ദിവസമായിട്ടും പലയിടങ്ങളിലും ഇപ്പോഴും അതേ അവസ്ഥയിലാണ്. അതിന്റെ ക്ലീനിങ്ങുകൾ ഇന്നലെയും നടന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണവാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്ത പൂഴ്ത്തിയിട്ടുണ്ടാവുക? നഗരത്തിലെ തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷന് സമീപമുള്ള KTDCയുടെ ചൈത്രം ഹോട്ടലിന് മുന്നിലാണ് വനജ പൊങ്കാല അർപ്പിക്കാനിരുന്നത്. അവിടെ വച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് പൊള്ളലേറ്റ സ്ത്രീയെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ചികിത്സയിൽ തുടർന്നതിന് ശേഷമാണ് ഗുരുതരമായി പൊള്ളലേറ്റ സ്ത്രീ മരണത്തിന് കീഴടങ്ങിയത്. സ്വാഭാവികമായിട്ടും അന്ന് ഇത് വലിയ വാർത്തയാകേണ്ടതാണ്. സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചും അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് പോലും ഒരു ധാരണയുമില്ലാത്തവർ ഓരോ കസേരയിൽ വന്നിരുന്നതിന് ശേഷം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അപമാനമായി മാറിയ സംഭവമാണ്. അത് അർപ്പിക്കാൻ വന്ന ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൊങ്കാല അടുപ്പിൽ നിന്ന് തന്നെ തീ പടർന്ന് തന്നെ ആ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളെ നേരിടാൻ ഒരു സംവിധാനങ്ങളും ഒരിടത്തും ഇവർ ഒരുക്കിയിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. നേരത്തെ മേയർ ആര്യ രാജേന്ദ്രന്റെ 5 വർഷത്തെ കാലയളവിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേട്ടോ? ചിലപ്പോൾ സാരി ആയതുകൊണ്ട് ഈ സംഭവം ഉണ്ടാകാം, പക്ഷെ ഉടനടി ഇടപെടാൻ അവിടെ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത് ഒന്നിനും സംവിധാനമില്ല. എല്ലാം തോന്നുംപടി പാർക്കിങ്ങിന് വേണ്ടി കുറെ സംഘികൾക്ക് സ്ഥലം കിട്ടുന്നു, അവർ പാർക്കിങ്ങിന് കൊടുക്കുന്നു, പണം പിടിച്ചു പറിക്കുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും വീഴ്ച വരുത്തിയതിനു ശേഷം കുറച്ച് മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ എല്ലാം ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് ഗീർവാണം അടിക്കുമ്പോൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നോക്കൂ. വിജിഷ എന്ന വീട്ടമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വന്നപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ആരാണ് ആ ജീവൻ ഉത്തരവാദി? ഒരു സംശയമില്ലാതെ പറയാം, 45 വർഷത്തിന് ശേഷം ഒരു എരണംകെട്ട ഭരണം നഗരസഭയിൽ വന്നു. പൊങ്കാലയ്ക്കുണ്ടായ ദുരവസ്ഥ എന്താണെന്നും ആറ്റുകാൽ പൊങ്കാല പോലെ കേരളത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ആചാരം, ആ ആചാരത്തിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ചകളും അതിനെ തുടർന്നുണ്ടായ ഒരു രക്തസാക്ഷിയായിട്ട് വിജിഷ മാറുകയാണ്. ആ വാർത്ത ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച കേരളത്തിലെ മാധ്യമങ്ങളുടെ സംഘി-വിധേയത്വം നാട് കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത ഈ രീതിയിലാണോ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടിയിരുന്നത്? നിങ്ങൾ ആലോചിക്കുക. പത്രങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഒന്നും വാർത്തയല്ലാതിരുന്ന വിജിഷയുടെ ഈ വാർത്ത ഇന്നിപ്പോൾ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അതുവരെ അതിനെ ഒളിപ്പിച്ചു വെച്ച മാധ്യമങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ വീഴ്ചകളെയും കഴിവുകേടിനെയും മറച്ചു പിടിക്കുന്നു എന്ന് നാട് കാണേണ്ടതാണ്.